അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു മോർണിംഗ് വ്ളോഗ് എന്ന് പറയാട്ടോ, പക്ഷെ രാവിലത്തെ കാപ്പിക്കുടിയൊക്കെ കഴിഞ്ഞു, ചായ കൂടി കഴിഞ്ഞു. എന്നിട്ട് നേരെ നമ്മൾ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിന്നോട്ടോ. കണ്ണൻകുട്ടി ഇപ്പം നീട്ടിട്ട് അവന് ചായയൊക്കെ കൊടുത്തു. എനിക്ക് കുറച്ച് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിനൊക്കെ ഇരുന്നു. പൂജട്ടി പോയിട്ട് ചായ കുടിച്ചു. ഞാൻ 8:30 പൂജട്ടി പോയി. എന്നിട്ട് ഞാൻ വേഗം ചായയൊക്കെ കുടിച്ചു. കുറച്ച് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് കണ്ണൻകുട്ടി ഉറങ്ങായിരുന്നു. ഇനി അവൻ ഉറങ്ങി നീക്കുന്ന വരെ പിന്നെ ഞാൻ കട്ട പോസ്റ്റല്ല. പിന്നെ ഫുഡ് ഉണ്ടാക്കാൻ കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് സ്റ്റിച്ച് ചെയ്യേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതിരുന്ന് സ്റ്റിച്ച് ചെയ്തു. നല്ല ബോഡി പെയിൻ ഉണ്ട് എനിക്ക് കേട്ടോ. ഈ ഒരു ചാറ്റൽ മഴ കൊണ്ടിട്ടാണോ എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് ESRന്റെ പ്രശ്നം പെട്ടെന്ന് വരാറുണ്ട്. അത് കാരണം ബോഡി പെയിൻ ഉണ്ട്. പിന്നെ മിഷീൻ ചവിട്ടാൻ കൂടെ അല്ലേ, അതുകൊണ്ട് എന്താണെന്ന് അറിയില്ല. അപ്പോൾ ഒരുപാട് ആള് നമ്മുടെ ഫാമിലിയിലുള്ളവർ, നമ്മുടെ ഫ്രണ്ട്സ് കണ്ണൻകുട്ടിയുടെ വിശേഷം ചോദിച്ചിട്ടുണ്ടായിരുന്നു, എങ്ങനെയുണ്ട്, കുറവുണ്ടോ എന്നൊക്കെ. ഇന്നലെ ഇപ്പോൾ കെട്ടിയിട്ടേ ഉള്ളൂ. ഇനിയിപ്പോൾ നാളെ പോയിട്ട് അഴിച്ച് കഴിയും. ഞാൻ അറിയാം മുറിക്ക് ഉണക്കമുണ്ടോ എന്താണെന്നുള്ളത്. പ്രസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. ടീച്ചറെ വിളിച്ചിട്ട് ലീവ് പറഞ്ഞപ്പോൾ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കാണിക്കാൻ പറഞ്ഞിട്ടുണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മുടെ ക്ലാസ് ഓപ്പൺ ആയി തുടങ്ങിയപ്പോഴത്തേക്കും ലീവല്ലേ, അപ്പോൾ അത് കാരണം. അപ്പം ഇനിയിപ്പം മെഡിക്കൽ സർട്ടിഫിക്കറ്റ് നാളെ പോയിട്ട് റെഡിയാക്കണം. എത്ര ദിവസം ഇനി റെസ്റ്റ് വേണ്ടവരെന്ന് അറിയില്ല. ഇത് കാക്ക അയലത്തിരിക്കുന്നു. അപ്പം എത്ര ദിവസം വേണ്ടി വരും എന്ന് അറിഞ്ഞൂടാ. ഇനി നാളെ ചോദിച്ചാലേ അറിയുള്ളൂ എത്ര ദിവസം വേണ്ടി വരുന്നുള്ളൂ. അപ്പം എന്തായാലും നമുക്ക് കറി ഒക്കെ അങ്ങടാക്കി സെറ്റ് ചെയ്യണം. ഒന്ന് ഉച്ചയാകുമ്പോഴേക്കും ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട്. പൂജട്ടി പലഹാരമായിട്ടോ ഉണ്ടായത്. ആൾക്ക് പിന്നെ ചോറിനെക്കാട്ടിലും താല്പര്യം പലഹാരം ആയതുകൊണ്ട് പലഹാരമാണ് ഉണ്ടായത്. ഉപ്മാവായിരുന്നു കേട്ടോ. അത് റവ ഉപ്മാവല്ല, സേമിയ ഉപ്മാവ്. സേമിയ ഉപ്മാവ് ഇഷ്ടമാണ് അവിടെ എല്ലാവർക്കും. പച്ചരി ഉപ്മാവും ഇഷ്ടമാണ്, റവ ഉപ്മാവ് മാത്രമേ ഇഷ്ടമില്ലാത്തുള്ളൂ. അപ്പം ഇനി കറി നമ്മൾ നല്ല പച്ചക്കറിയും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുള്ളൂ. മീനൊന്നും നമ്മൾ വാങ്ങിയിട്ടില്ല കേട്ടോ ഇതുവരെ. എന്നാ പ്രശ്നം ഉണ്ടായ ശേഷം എൻ്റെ ഫോണ് തന്നെ ഒരു മിനിറ്റ്. എൻ്റെ ഫോണിന് ഇഷ്ടമുള്ള പോലെ ഓപ്ഷനൊക്കെ മാറും കേട്ടോ. അതിന് ഇഷ്ടമുള്ള പോലെ ഓപ്ഷനും കാര്യങ്ങളൊക്കെ മാറും. ഇങ്ങനെ ചെറുപിടി തന്നെ മാറുന്നതാണ്. അപ്പം അത് പോയി, എങ്കിടക്കോ പോയി, അത് ശരിയാക്കിയതാണ് കേട്ടോ. അപ്പം നമ്മളുള്ള പച്ചക്കറി വെച്ചിട്ട് എന്തെങ്കിലും തട്ടിക്കൂട്ട് കറികളും കാര്യങ്ങളോട് സെറ്റ് ചെയ്തിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാമെന്ന് വിചാരിച്ചു. ഞാൻ കുറച്ച് അവിയൽ വെക്കാമെന്ന് വിചാരിച്ചിട്ടേ. പിന്നെ ഇവിടെ പിള്ളേർക്ക് ക്ലാസ്സിന് പോകുമ്പോൾ, അവർക്ക് ക്ലാസ്സിന് മുമ്പിൽ സ്കൂളിൽ പോകുമ്പോൾ ഇങ്ങനത്തെ ഐറ്റംസൊക്കെ, പച്ചക്കറി ഐറ്റംസൊക്കെ ഇഷ്ടമായതുകൊണ്ട് അങ്ങനെ കുറച്ച് മീനെ വാങ്ങാത്തോണ്ട് പച്ചക്കറിയാണ് വാങ്ങിയത്. പച്ചക്കറി വാങ്ങി കഴിഞ്ഞാൽ ഇതിൽ വെച്ചിട്ട് എന്ത് ചെയ്യുന്നുള്ളത് അറിയാത്ത. എന്തായാലും നമുക്ക് ഇന്ന് വെണ്ടയ്ക്ക വെച്ചിട്ടൊരു കറി സെറ്റ് ചെയ്യാം കേട്ടോ. കുറച്ച് മതി. വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട്. ഒരു പച്ചമുളക്, വെളുത്തുള്ളിയുടെ ഒരു കുറച്ച് വേണം. ഇതൊക്കെ ഞാൻ ഇങ്ങനെ അല്ല കേട്ടോ വെക്കാറ് സംഭവം പറഞ്ഞത്. പക്ഷെ നാളേക്ക് എടുക്കാൻ കൂടിയിട്ടേ ഉള്ളൂ. പിന്നെ ഞാൻ ഫ്രിഡ്ജിലേക്ക് വെക്കണ്ടല്ലോ. ഇന്നിപ്പോൾ നൈറ്റ് ഞാനൊക്കെ അരിഞ്ഞ് പെറുക്കി സെറ്റാക്കി വെക്കും. അപ്പം അതുകൊണ്ട് അപ്പം തന്നെ റെഡിയാക്കിയിട്ട് നമുക്ക് ഇനി 2 സവാളയും കൂടെ എടുക്കണം. ഒരു അന്തത്തക്കടാണ്. ഒരു തലയ്ക്കൊക്കെ ഒന്ന് ഓള ശരിയായിട്ടല്ലോ, ഉറക്കം ശരിയാവണില്ല, ഒക്കെ കൂടെ എടുക്കണ്ട. അവൻ്റെ എല്ലാം കിടക്കണേ. അപ്പോൾ അവൻ്റെ കാല് തട്ടുമോ മേല് തട്ടുമോ. ചുമരിൻ്റെ അവിടെ ആകുമ്പോൾ അവൻ്റെ കാലൊക്കെ എടുത്തൊരു അടിയൊക്കെ ഉണ്ട്, ഫുട്ബോൾ തട്ടണ പോലെയൊക്കെ. മിക്കതും എനിക്കാണ് ചവിട്ട് കിട്ടാറ്. അപ്പോൾ അത് കാരണം അത് ഇളകൂ എന്നുള്ളതിൽ എനിക്ക് ഉറക്കമില്ല. അങ്ങനെ ഉള്ളി എടുത്തിട്ട് വേട്ടെ. ഒരു സവാള, ഒരു തക്കാളി. ആകെ 1/2 കിലോ തക്കാളിയെ വാങ്ങുള്ളൂ. അത് നോക്കുമ്പോൾ മിക്കത് പൊട്ടയാവും. ഇതൊക്കെ അധികമൊന്നുമില്ല, തോല് കളയാൻ വേണ്ടിയിട്ടൊന്നും കേട്ടോ. ഇനി ഒരു ഇതാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ സോയാബീൻ ഇരിക്കുന്നുണ്ടോ നമ്മളുടെ പൂജട്ടി സോയാബീനൊക്കെ ഉണ്ടാക്കിയിട്ട് പിഞ്ഞാന്നുണ്ടാക്കിയിട്ട് വരുമായിരുന്നു കേട്ടോ. മുളക് പൊടി ഇട്ടെ കണക്ക് തെറ്റി തോന്നുന്നു ആൾക്ക്. മുളക് പൊടി കുപ്പിയിലുള്ള കഴിഞ്ഞിട്ട് പുതിയ നമ്മൾ പൊടിപ്പിച്ചേർന്നേത്തെ ബക്കറ്റത്തെ എടുത്തിട്ടതാണ്. നോക്കുമ്പോൾ മസാല വാട്ടണയിലേക്ക് കിട്ടണു ആള് സോയാബീനിക്ക് പൊരക്കലേക്ക് ഇട്ടണോ. മുളകാണെങ്കിൽ നല്ല എരിവാണ്. പിന്നെയാണ് ആൾക്ക് പിടുത്തം കിട്ടിയിട്ടുള്ളത്. കണക്കുട്ടി സൗണ്ട് ഉണ്ടാക്കല്ലേ. കിടക്കുന്നുണ്ട് കേട്ടോ അവിടെ. പടിയിലൂടെ വന്നിരിക്കാൻ വന്നു. അപ്പോൾ കിടക്കൊക്കെ ഒന്ന് മരുന്ന് ഗുളികയുടെ ക്ഷീണം എന്താണെന്ന് അറിഞ്ഞൂടാ. പിന്നെ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുന്ന ചടപ്പ്, ഫോണൊന്നും ഇല്ലല്ലോ നോക്കാൻ വേണ്ടിയിട്ട്. അപ്പം അത് കാരണം ആളവിടെ ഉണ്ട്. ഇനി അത് വേഗം ആക്കിയിട്ട് അരിഞ്ഞിട്ട് കാണിക്കാം കേട്ടോ. മറ്റേത് ലോങ് ആയിപ്പോകും വീഡിയോ. അല്ലെങ്കിൽ തന്നെ ഞാൻ സംസാരിച്ച് കഴിഞ്ഞാൽ
ഒരു പോക്ക് അങ്ങനെ പോവും. സ്റ്റോറേജ് കുറവ്, അതിങ്ങനെ വീഡിയോ എടുത്തെടുത്ത് വെക്കുന്ന കാരണേ. എന്നാലും ഞാനത് അപ്പപ്പൊക്കെ അപ്പോഴത് ഡിലീറ്റ് ചെയ്യാറുണ്ട്. പിന്നെ ഫയൽസിൽ അവിടെ ഇവിടെ ഒക്കെ കടന്നൊക്കെ കയറി ഡിലീറ്റ് ചെയ്തു. അപ്പോൾ ഓക്കെ. വെണ്ടയ്ക്ക, തക്കാളി, ഒരു സവാള, ഒരു പച്ചമുളക്, പിന്നെ ഒരു 3-4-5 വെളുത്തുള്ളി, ഇത് 2-3 ചെറുള്ളിയും വെളുത്തുള്ളിയും കൂടെ നമുക്ക് തേങ്ങ വറക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതിവിടെ ഇരിക്കട്ടെ. ഇതൊക്കെ ഇവിടേക്ക് വെച്ചിട്ട് ഇപ്പം വരാം. ചട്ടി വെച്ചിട്ടുണ്ട്, ചൂടായി. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മുടെ എന്തൊക്കെ പറയുന്നു അല്ലേ, വെളിച്ചെണ്ണ ഒഴിച്ചു. എനിക്ക് കുറച്ച് കുരുമുളകും മണി, ഒരു 3 ചെറുള്ളി, 2 വെളുത്തുള്ളി, പിന്നെ പാകത്തിന് നാളികേരം. നമുക്കത് മതിയിട്ട് ഒരുപാട് കറി വേണ്ട. ഇതൊന്ന് വറുത്തെടുക്കാം കേട്ടോ. ചുമന്നനെ വറുത്തെടുക്കുക. 2 വേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുക. ഇനി നല്ല ചുമന്നനെ വറുത്തെടുത്തിട്ട് കാണിക്കാം കേട്ടോ. ഇത് മൂത്തു നാളികേരം. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂണ്, പിന്നെ എരിവിനനുസരിച്ച് മുളക് പൊടി. മുളക് പൊടി ഇവിടെ നമ്മുടെ മുളക് പൊടി നല്ല എരിവാണ് കേട്ടോ. അപ്പം അതിനനുസരിച്ച് ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിക്കും. ഇതിലേക്ക് മാറ്റാം കേട്ടോ. ഇത് ചൂടാറിയിട്ട് നമുക്ക് അരക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു കേട്ടോ. ചട്ടി ഒന്ന് ഇവിടെ ചൂടായിക്കോട്ടെ. കടുകിട്ടു, മുളക്, വേപ്പില. ഇനി ഇവിടെ വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതൊന്നും ഇങ്ങോട്ട് നല്ലോണം വാടി ഇതാവട്ടെ കേട്ടോ. അതിൻ്റെ വഴുപ്പൊക്കെ ഒന്ന് പോയി കേക്ക് ഉണ്ടാകും. അതിൻ്റെ വഴുപ്പൊക്കെ പോയിട്ട് അതൊന്ന് നല്ലോണം ഇങ്ങോട്ട് വാടി വരട്ടെ. എന്നിട്ട് ബാക്കി ചെയ്ത് കൊടുക്കാം കേട്ടോ. വെളിച്ചെണ്ണയ്ക്കൊക്കെ എന്ത് വിലയാണെന്ന് അറിയാം. അരക്കില്ല, അങ്ങനെ തുള്ളിയേച്ച് എടുക്കാനേ പറ്റുന്നുണ്ടാവുള്ളൂ. അത്രയും റേറ്റാ. പണ്ട് വീട്ടിൽ അച്ചക്കുള്ള സമയത്തേ ആട്ടായിരുന്നു. ആട്ടലപ്പ എന്നുള്ള ആട്ടില്ല കേട്ടോ, നാളികേരാട്ടിയിട്ട്. അത് മിക്കതും നമ്മൾ നാളികേരം ഉണക്കുന്ന സമയമാകുമ്പോഴേക്കും മഴ വരും. ആ സമയം നോക്കിയിട്ടാണ് ചെയ്യുള്ളൂ എന്നുള്ളതാണ് സത്യാവസ്ഥ. അങ്ങനെ അപ്പം പിന്നെ അവിടെ ആട്ടുമ്പോൾ അങ്ങനെയൊക്കെ കിട്ടിയതോ ഒന്നും ഇത്ര ഇലയൊന്നും വലിയ വെട്ടുണ്ടാക്കി റേറ്റില്ല. ഞാൻ ഇന്നലെ പോയി ചോദിച്ചപ്പോൾ 300 സംതിങ്. എനിക്ക് അറിയാം, പക്ഷെ 300 സംതിങ് 190 സംതിങ് 200 രൂപയ്ക്ക് ആയിരുന്നല്ലേ. അപ്പം അത് മഴ മുട്ടി. എന്താ അല്ലേ, ഒരു സാധനം വാങ്ങാൻ പറ്റില്ല. ജീവിക്കാൻ പാടാ, ചുരുക്കി പറഞ്ഞ. വെണ്ടയ്ക്ക മുകുമ്പോഴേക്ക് നമുക്ക് അരയ്ക്കാം. ഇവിടുത്തെ കറണ്ടിന്റെ കാര്യം ഞാൻ പറയാറുണ്ടല്ലോ, റിസ്ക് എടുക്കണ്ട. ഇതൊരു ഇതൊരു തീയൽ ടൈപ്പ് സംഭവമാണ് കേട്ടോ. ഞാൻ ഇപ്പം ഈ പറയുന്ന കറി എന്ന് പറയുന്നത് നമുക്ക് ചെറുള്ളി കാര്യങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ തീയലിൻ്റെ റെസിപ്പിയും ഏകദേശം ഇങ്ങനെ തന്നെയാണ്. ഇവിടെ പാവയ്ക്ക തീയലൊക്കെ ഉണ്ടാക്കുമ്പോഴേ ഇങ്ങനെ തന്നെയാണ് ഏകദേശം. ഇതരക്കട്ടെ കേട്ടോ. കറണ്ട് പോയി ചെയ്യാട്ടോ. ഇവിടുത്തെ കറണ്ട് ഞാൻ ഓഫ്. അപ്പോൾ വെണ്ടയ്ക്ക മൂത്തു, ഒരു പച്ചമുളക് ഇട്ട് കൊടുത്തു.
ഒരു 2-3 വെളുത്തുള്ളിയുടെ അല്ലി, പിന്നെ നമ്മുടെ ഈ നുറുക്കി വെച്ചിരിക്കുന്ന സവാള, ഇതും കൂടെ ഒന്നും ഇങ്ങോട്ട് മൂത്തോട്ടെ കേട്ടോ. ഇതിലേക്ക് തക്കാളി കേട്ടോ, തക്കാളിയും കൂടെ ഒന്ന് ഇങ്ങോട്ട് വെന്തോട്ടെ. തക്കാളി വെന്തിട്ട് നമുക്ക് അരപ്പൊഴിക്കാം. അപ്പം അത് സെറ്റായി. ഇനി നമുക്ക് അരപ്പൊഴിക്കാം കേട്ടോ. അരച്ചെടുത്ത് അരപ്പൊഴിച്ചു. ഇനി പുളിവെള്ളം, പാകത്തിന് പുളിവെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് എത്ര ഗ്രേവി വേണ്ടത് അതിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. പാകത്തിന് ഉപ്പിട്ട് കൊടുക്കട്ടെ കേട്ടോ. ഇനി ഇതൊന്ന് നല്ലോണം തിളച്ചിട്ട് ഇതിൻ്റെ അരപ്പൊക്കെ ഒന്നും കൂടെ ഈ എന്താ പറയുക നമ്മുടെ വെണ്ടയ്ക്കയിലൊക്കെ പിടിക്കട്ടെ കേട്ടോ. എന്നിട്ട് ഉപ്പൊക്കെ ഉണ്ട്, സൂപ്പറാ, പുളിയുണ്ട്, ഉപ്പുണ്ട്, എല്ലാം ഉണ്ട്. അതിന് തിളച്ചോട്ടെ. സംഭവം സെറ്റാട്ടോ. അതിന് അങ്ങോട്ട് ആവട്ടെ. പാകത്തിന് ഉപ്പും പുളിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി ഉപ്പേരി വേണ്ട എന്ന് കണ്ണൻകുട്ടി പറഞ്ഞിപ്പോൾ കൈപ്പങ്ങ ഉപ്പേരി വേണോ ചോദിച്ചപ്പോൾ വേണ്ട പറഞ്ഞിട്ടുണ്ട്. ഒന്നും കൂടെ ചോദിച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാം. വേണ്ടെങ്കിൽ ഉണ്ടാക്കേണ്ടത് വെച്ചാൽ ഞാനും കണ്ണൻകുട്ടി മാത്രമേ കൈപ്പങ്ങ കഴിക്കുള്ളൂ. പൂജിട്ട് കഴിക്കില്ല. കഴിക്കാണ്ടായി കഴിഞ്ഞാൽ അവൾ കഴിക്കില്ല, ഞങ്ങൾ രണ്ടുകൂടെ കഴിക്കുള്ളൂ. ഉണക്കമ്മ ഇരിക്കുന്നുണ്ട് ഇന്നലത്തെ, പിന്നെ അച്ചാർ ഇരിക്കുന്നുണ്ട്, അമ്പാഴം കുപ്പിലിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പം അതൊക്കെ മതിയെങ്കിൽ അവിടെ നിർത്താം. അല്ലെങ്കിൽ നമുക്ക് കൈപ്പങ്ങപ്പേര് ഉണ്ടാക്കുകയും ചെയ്യാം. വേണം ഇത്ര കേട്ടോ. അപ്പം തന്നെ നമുക്ക് അതും കൂടെ ഉണ്ടാക്കാം. ഒരു കുഞ്ഞൊരു കഷ്ണം എടുത്ത് വെച്ചിട്ടുണ്ട് നാളെ അവിയലിക്ക് വേണ്ടിയിട്ട്. അവിയലിൽ കൈപ്പങ്ങ നല്ല രസമല്ലേ. അപ്പം അത് കുനുകുനാന്നാക്കിയിട്ട് നമുക്കിങ്ങനെ പൊരിച്ചെടുക്കണം. പുള്ളി അതുപോലെ ഉണ്ടാക്കാം. വട്ടത്തിൽ നോക്കാം കേട്ടോ. ഇനി പാവയ്ക്കയിലല്ലേ കൈപ്പങ്ങ, നമ്മുടെ കൈപ്പങ്ങ എന്നാട്ടോ പറയാം. ഉപ്പ് കുറച്ച് തിരുമ്മിയിട്ട് ഇങ്ങനെ ഉപ്പിട്ടിട്ട് ഇങ്ങനെ നല്ലോണം തിരുമ്മി വയ്ക്കാം, പുരട്ടി വയ്ക്കാം. എന്നിങ്ങനെ കൈ കൊണ്ട് നിന്ന് തിരുമ്മി വെച്ച് കഴിഞ്ഞാൽ ഇതിലെ ഒരുവിധം കയ്പ്പൊക്കെ അങ്ങോട്ട് പൊക്കോളും. അതങ്ങനെ തിരുമ്മി മാറ്റി വെച്ചിട്ടുണ്ട്. കുറച്ച് നേരം വയ്ക്കട്ടെ, നമ്മുടെ കറിയൊക്കെ ഒന്ന് സെറ്റ് ആവണം വരെ. അതങ്ങനെ ഇരുന്നോട്ടെ. സ്മെല്ല ഓക്കെ. ഉപ്പേരിക്കുള്ള ചെറുള്ളി ഒരു 2-3 വെളുത്തുള്ളി കൂടെ ചതക്കട്ടെ കേട്ടോ. എനിക്ക് ആ മുട്ടി എടുക്കേണ്ട മടിക്കാണ് ഞാൻ ഈ പാത്രത്തിൽ. പിന്നെ പഴയ പാത്രം കേട്ടോ യൂസ് ചെയ്യല്, പിന്നെ അത് കുറവാ. അപ്പം അതുകൊണ്ട് ഇങ്ങനെ വെച്ച് ഇതിൽ ചതയ്ക്കുമ്പോൾ അല്ലേ അത് പൊക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. നല്ല പാത്രമൊക്കെ ആണെങ്കിൽ കേടുവരും. എനിക്കിന്ന് ഒട്ടും വയ്യാത്തൊരു ദിവസമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ നിൽക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. എനിക്കും തന്നെ എനിക്ക് പറയാനൊന്നും സ്പീഡ് കിട്ടണില്ല കേട്ടോ. എനിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സ്പീഡ് കിട്ടണില്ല. നല്ല ബോഡി പെയിൻ പറഞ്ഞു കഴിഞ്ഞാൽ അസാര ബോഡി പെയിൻ ഉണ്ട് കേട്ടോ. ഇപ്പം ഞാൻ വോയിസ് കൊടുക്കുന്ന സമയത്തൊക്കെ എനിക്ക് നല്ലോണം ബുദ്ധിമുട്ടുണ്ട്. അതാണ് എനിക്കിങ്ങനെ ഇന്നൊരു സ്ലോ ആയിട്ടുള്ളൊരു വ്ളോഗ് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ കറിയൊക്കെ ആയിട്ട് അതൊരു പാത്രത്തിൽ ഒഴിച്ച് വെച്ചിട്ട് ആ ചട്ടിയിൽ തന്നെയാണ് കേട്ടോ ഞാനിനി നമ്മുടെ ഉപ്പേരിയും കൂടെ ഉണ്ടാക്കാറ്. ഉണ്ടാക്കണത് കേട്ടോ. ഞാൻ പറയാറില്ലേ, ഞാൻ ഇങ്ങനെയാണ് ചെയ്യാട്ടോ. ഒരുപാട് പാത്രങ്ങൾ എടുത്തിട്ട് വലിച്ചിടാറില്ല. അപ്പോൾ ആ ചട്ടി തന്നെ ഒന്ന് കഴുകിയിട്ട് അതിനകത്തേക്ക് നമ്മുടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് കടുക് പൊട്ടിച്ചു കൊടുക്കുക. നമ്മൾ കുത്തി വെച്ചിരിക്കണ ചെറിയുള്ളിയും വെളുത്തുള്ളിയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. പച്ചമുളകും കൂടെ കുത്തി വെച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളിയാണ് കേട്ടോ. പച്ചമുളകും ചെറിയുള്ളിയും പിന്നെ പറഞ്ഞ പോലെ വെളുത്തുള്ളിയും കൂടെ. ഇപ്പം നമ്മൾ ചെറിയുള്ളിയും വെളുത്തുള്ളിയും വേപ്പിലും കൂടെ ഇട്ട് കൊടുത്തു. പച്ചമുളക് ഇട്ടിട്ടില്ല. അതിന് പകരം നമുക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് മൂത്ത് വന്നപ്പോൾ മഞ്ഞൾപ്പൊടി മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുത്തു. എന്നിട്ട് നമ്മുടെ ഉപ്പൊക്കെ തിരുമ്പി വെച്ചിരിക്കുന്ന കൈപ്പങ്ങ ഒരു 3-4 പ്രാവശ്യം കഴുകിയിട്ട് അതും കൂടെ വെള്ളമൊക്കെ ഒന്ന് പീച്ചിട്ട് കളഞ്ഞിട്ട് അതും കൂടെ ഇട്ട് കൊടുത്ത് ഉപ്പും ഇട്ട് ഒന്ന് ഇളക്കി അടച്ച് വെച്ച് സിമ്മിൽ കിടക്കണം കേട്ടോ. അതങ്ങനെ മുരിഞ്ഞ് വരണം, അപ്പോഴാണ് ടേസ്റ്റ്. എന്നിട്ടിരിക്കേണ്ട 2 പാത്രം കൂടെ വേഗം കൈയോടെ അങ്ങോട്ട് കഴുകി വെച്ചോട്ടോ. ഞാൻ എപ്പോഴാണ് കിടക്കാമെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല.
ശരീരത്തിലൊരു ഇഞ്ച് സ്ഥലം പോലും എനിക്ക് പെയിൻ കാരണം ബാക്കിയില്ല കേട്ടോ. അത്രയും പെയിൻ ഉണ്ട്. എനിക്ക് ESR പെട്ടെന്ന് കൂടും. അപ്പോൾ എനിക്ക് പെയിനും കാര്യങ്ങളൊക്കെ എപ്പോഴും ഇങ്ങനെയാണ്, ബോഡി പെയിൻ സാരമായിട്ട് വരാറുണ്ട് കേട്ടോ. അത് ഞാനിങ്ങനെ കാര്യമാക്കാതെ അങ്ങനെ പോയോണ്ടിരിക്കുക. അന്ന് അവനെ കാല് കാണിക്കാൻ പോയപ്പോൾ എനിക്ക് അവിടെ കാണിച്ചാൽ മതിയായിരുന്നു മിനിഞ്ഞാന്ന്. പക്ഷേ എനിക്കത് ഇതൊന്ന് എന്താണ് പറയുക, എന്താ ചെയ്യാന്നുള്ള ടെൻഷനിൽ എനിക്ക് അപ്പോൾ ഒന്നും കുഴപ്പമുണ്ടായില്ല. പിന്നെ ഇങ്ങനെ പെയിന് കൂടാൻ വേണ്ടിയിട്ട്, പൊടി പെയിൻ, ശരീരവേദന കൂടാൻ വേണ്ടി തുടങ്ങി. വൈകുന്നേരം ആകുമ്പോഴേക്കും നല്ല പനിയുണ്ട് കേട്ടോ. ഇപ്പോൾ ഒന്നും പനിച്ചിട്ട് എനിക്ക് നീക്കാൻ വയ്യ. ഞാൻ വോയിസ് കൊടുക്കണത് തന്നെ ടൈമൊക്കെ കഴിഞ്ഞ് ഞാൻ കുറച്ച് നേരം കിടന്നിട്ടൊക്കെയാണ്. എന്താ വെച്ചാൽ ഒന്നാമത് എനിക്ക് റെസ്റ്റും ഇല്ല കേട്ടോ. ഒരു കാര്യം കഴിഞ്ഞ് അപ്പോഴേക്കും ഓട്ടവും പാച്ചിലും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോവുകയാണ് കേട്ടോ. ഈ മഴച്ചാറ്റിലൊക്കെ കൂടെ ആയിട്ടാവും. പിന്നെ ഈ കാലാവസ്ഥയും പൊട്ടല്ലേ. അപ്പോൾ നമ്മുടെ ഉപ്പേരിയൊക്കെ ആക്കി ഒരു പാത്രത്തിലായി. അതൊരു പാത്രത്തിലാക്കിയിട്ട് കിച്ചൺ ടേബും നമ്മുടെ സ്റ്റൗവൊക്കെ ഒന്ന് തുടച്ചിട്ട് റെഡിയാക്കിയിട്ട് നമ്മൾ വീട് മൊത്തം ഒന്ന് തുടച്ചിടാൻ വേണ്ടിയിട്ട് പോവുക. വൈകിട്ടാണ് കേട്ടോ നമ്മുടെ വീട് തുടയ്ക്കുക. വെച്ചാൽ നമ്മൾ വിളക്ക് കൊളുത്തുന്നതിൻ്റെ മുന്നേ, മേല് കഴുകണതിൻ്റെ മുന്നേ എല്ലായിടവും ഒന്ന് അടിച്ച് വാരി തുടച്ചിട്ടിട്ട് പിന്നെ അങ്ങോട്ട് മേലെടുക്കുക. അപ്പോൾ പിന്നെ പിറ്റേ ദിവസം രാവിലെ തുടയ്ക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇങ്ങനെ മൊത്തം ഒന്ന് അടിച്ച് വാരി ഇട്ട് കഴിഞ്ഞാൽ തന്നെ നല്ല വൃത്തിയാവും കേട്ടോ. പിന്നെ കിച്ചൺ രാത്രിയിൽ നമ്മൾ വൈകിട്ട് തുടയ്ക്കണ കാരണം പിന്നെ അതിൻ്റെ ആവശ്യം വരുന്നില്ല. രാവിലെ അത്രയും അലമ്പാവുകയാണെങ്കിൽ നമ്മൾ ഈ ചക്കയോ മീനോ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുകയാണെങ്കിലാണ് പിന്നെ ഞാനൊന്ന് തുടയ്ക്കുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ വെള്ളവും കാര്യങ്ങളൊക്കെ ആയി ഒരു 350 പ്രാവശ്യം ഒരു ദിവസം തുടയ്ക്കൽ കഴിയും. എന്നാലും എന്തായാലും അവിടെയൊക്കെ അടിച്ചു വാരൽ കഴിഞ്ഞിട്ട് ഇനി എനിക്ക് കുളിക്കാൻ വേണ്ടിയിട്ട് പോകണം. കുറച്ച് വേസ്റ്റ് അവിടെ ഉണ്ടായിരുന്നു. വേസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഉള്ളിയുടെ തോലും കാര്യങ്ങളൊക്കെ അതൊക്കെ അവിടെ ഇട്ട് ഞാൻ വേഗം കുളിച്ച് വന്നു കേട്ടോ. കുളി കഴിഞ്ഞപ്പോൾ എനിക്ക് കുറച്ചും കൂടെ ഒരു ആശ്വാസം പോലെ തോന്നണമൊക്കെ ഉണ്ട്. പക്ഷേ എനിക്കിങ്ങനെ കണ്ണൊക്കെ ഇങ്ങനെ വീർത്ത്, മുഖമൊക്കെ ഇങ്ങനെ ചീർത്ത പോലെയൊക്കെ എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. ഇത് വാസലിൻ്റെ മോയ്സ്ചറാണ് കേട്ടോ. നല്ല അടിപൊളിയാണ് കേട്ടോ. ഇത് മൊത്തം കഴിഞ്ഞു, ഞാൻ പീച്ചെടുത്തിട്ടുണ്ട്. ഇത് ഞാനിങ്ങനെ റിവ്യൂ കണ്ടപ്പോൾ ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ എനിക്ക് നല്ലോണം സ്യൂട്ട് ആവുന്നുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഈ മോയ്സ്ചറൈസർ. ചിലത് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു വൈറ്റ് കാസ്റ്റ് പോലെയും പിന്നെ ആകെ കൂടെ എന്തൊക്കെയോ പോലെ തോന്നില്ല. പക്ഷെ ഇതൊന്നുമില്ല കേട്ടോ. ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലൊരു ഗ്ലോ പോലെ തോന്നാറുണ്ട്. അപ്പോൾ അത് ഇട്ട് കൊടുത്തു. ലേശം ലിപ് ബാം ഇട്ടു. കണ്ണു എഴുതിയിട്ട് എനിക്ക് വയ്യാണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ അല്ലെങ്കിലേ എനിക്ക് കുളി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ ഒന്ന് ഒരുങ്ങണത് എനിക്ക് നല്ല ഇഷ്ടമുള്ള കാര്യം കേട്ടോ. അതിനിപ്പോൾ ചിലവർക്ക് അതങ്ങനെ താല്പര്യം ഉണ്ടാവില്ലായിരിക്കും. എനിക്കിഷ്ടമാണ് കേട്ടോ. എനിക്കിഷ്ടമുള്ള കാര്യമല്ലേ എനിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ പിന്നെ കേട്ടോ സൺസ്ക്രീൻ ഇട്ടിട്ടില്ലല്ലോ ദൈവം. പിന്നെ വെയിലൊന്നുമില്ല, എന്നാലും കിടക്കട്ടെ. എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. പീച്ചിട്ട് എടുക്കും ഞാൻ കേട്ടോ. എന്നിട്ട് കവർ കട്ട് ചെയ്തിട്ട് അതിനകത്തും കൂടെ എടുത്തിട്ട് ഞാനത് ഒഴിവാക്കുള്ളേ. അപ്പോൾ അതും കൂടെ തേച്ച് കൊടുത്തിട്ട് ഒരു പൊട്ടും വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ എനിക്ക് വയ്യായി എന്നുള്ള പോലെ എനിക്ക് തോന്നില്ല കേട്ടോ. അങ്ങനെ തോന്നും എനിക്ക്. അപ്പോൾ അതൊക്കെ ഒരു പൊട്ട് ഇട്ട് കൊടുത്ത് ഇനിയിപ്പോൾ ഏതായാലും കുളിച്ചതല്ലേ, ഒരു കുറിയും കൂടെ കിടക്കട്ടെ വിചാരിച്ചു. ഈ ഒരു മോയ്സ്ചറും കണ്ണെഴുതി ഒരു പൊട്ടും കുറി ഇട്ട് കൊടുത്ത് ലിപ് ബാം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഏറെക്കുറെ ഇതന്നെയാണ് ഞാൻ പുറത്ത് പോകുമ്പോഴും ചെയ്യാറുള്ളൂ കേട്ടോ. അല്ലാതെ അതിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് പറഞ്ഞ പോലെ മറ്റേ സാധനം ഫൗണ്ടേഷനോ കാര്യങ്ങളോ അതൊന്നും യൂസ് ചെയ്യാറില്ല. അപ്പോൾ അതാണ് മേക്കപ്പ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നേരെ മാമുണ്ണാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ചോറെടുത്തു, നമ്മുടെ കൈപ്പങ്ങപ്പേരി, ഒരു ഉണക്കമാന്തൽ വറുത്തത്, മുളക്, അച്ചാറ്, പിന്നെ നമ്മുടെ അമ്പഴങ്ങ ഉപ്പിലിട്ടതും വെണ്ടയ്ക്ക കറിയും കൂടെ കൂട്ടിയിട്ട് അടുക്കളയിൽ ഇരുന്നിട്ട് തന്നെ കഴിക്കാൻ വിചാരിച്ചു. ഇതിൻ്റെ മുന്നേ ഇപ്പം ഞാൻ ഈ ഒരുക്കം കഴിഞ്ഞതിൻ്റെ മുന്നേ കണ്ണൻകുട്ടിക്ക് വാരി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അവൻ ഷർട്ടൊന്നും ഇട്ടിട്ടില്ല. ഇനി പിന്നെ മടിയാണ്, വീഡിയോ എടുക്കണ്ട പറഞ്ഞപ്പോഴേക്കും തോന്നി വയ്യാണ്ടിരിക്കല്ലേ. അപ്പം എന്നാൽ ശരി ചോറുണ്ടിട്ട് അവൻ പിന്നെയും കിടന്നു കേട്ടോ. ക്ഷീണം തന്നെ എന്താ വെച്ചാൽ ബോറടിക്കണുണ്ടാവും, ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കല്ല. അതുകൊണ്ട് അപ്പോൾ ഞാൻ ഇനിയിപ്പോൾ ഏതായാലും അവിടേക്കൊന്നും പോകാൻ നിന്നില്ല, ഇവിടെ ഇരുന്നിട്ട് തന്നെ അങ്ങോട്ട് കഴിക്കാൻ വിചാരിച്ചു. സൂപ്പറാണ് കേട്ടോ ഈ കറിയും. ഇപ്പോൾ ഈ പറഞ്ഞു ഇതൊക്കെ തന്നെ ധാരാളമാണ് കേട്ടോ. എത്ര വട്ടങ്ങളുണ്ട് നമുക്ക്. ഇപ്പോൾ മീൻ കറിയൊക്കെ ആണെങ്കിൽ മീൻ വറുത്തതും മീനും അത്രയും ഉണ്ടാവുള്ളൂ. ഇതിപ്പോൾ പച്ചക്കറി ആയതുകൊണ്ടേ ഓരോന്നുണ്ടെങ്കിൽ അടുത്തത് എന്തെങ്കിലും എന്നൊക്കെ വിചാരിച്ച് ആക്കിയിട്ട് ഇപ്പോൾ 1 2 3 4 വിഭവങ്ങളായി. അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് ഞാൻ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുക. എനിക്കിപ്പോൾ ഒന്ന് കിടന്നാൽ മതി എന്നാണ് കേട്ടോ. ഇനി ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് വൈകുന്നേരം ഇടാനുള്ള ഷോർട്സില്ലേ അതെടുക്കാൻ വേണ്ടിയിട്ട് വേണം. പിന്നെ മിഷ്യൻ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. അതിനൊരിക്കലും എനിക്കൊന്നും ഈ മിഷ്യൻ ചവിട്ടിയിട്ടാണോ ഇത്ര ബോഡി പെയിനൊന്നും അതും എനിക്ക് അറിഞ്ഞൂടാ. ഫുഡൊക്കെ കഴിച്ചിട്ട് ഞാനത് ആ പാത്രമൊക്കെ കഴുകി വെച്ച് എനിക്ക് നാവ് ഇങ്ങനെ ഇറങ്ങി പോണ പോലെ നല്ലോണം ദാഹമുണ്ട് കേട്ടോ. ഞാൻ വെള്ളമൊക്കെ തിളപ്പിച്ചിട്ട് 2 ലിറ്ററിൻ്റെ ബോട്ടിലാക്കി വെച്ചു. എന്നാൽ ഞാൻ കറക്റ്റ് കണക്കിന് ഞാൻ കുടിച്ചോളല്ലോ എന്ന് വിചാരിച്ചിട്ട്. ഇങ്ങനെയൊക്കെ വയ്യാണ്ടാകുമ്പോഴാട്ടോ ഈ ബുദ്ധിയും ബോധമൊക്കെ വരിക. അപ്പോൾ അങ്ങനെ വെള്ളമൊക്കെ എടുത്ത് നല്ലോണം മാക്കം കുടിച്ചിട്ടുണ്ട്. മടപടാന്നര കുടിക്കണം എനിക്ക്, എന്നാലേ ദാഹം തീരുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഒരുപാട് ഫ്രണ്ട്സ് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട്. നിങ്ങളെല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നാളെ കാണാം. ടാറ്റാ ബൈ, സീ യു.